നമസ്കാരം. പെരിങ്ങളം ദേശം വാർത്തയിലേക്ക് സ്വാഗതം. മേൽക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടോദ്ഘാടനം ഡിസംബർ 14 4 മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എം ഷംസീർ നിർവഹിക്കും. അനുവദിക്കുകയും ശൈല ടീച്ചറെ ഇടപെടൽ അത് ആണ് നമുക്ക് 1 കോടി അനുവദിച്ച് കിട്ടിയത്. പിന്നെ ആർദ്രം വകുപ്പിൽ നിന്ന് 15 ലക്ഷം രൂപയും അനുവദിച്ച് കിട്ടി. അങ്ങനെയാണ് ഇതിൻ്റെ പണി ആരംഭിച്ചു എങ്കിലും പൂർത്തീകരിച്ചെങ്കിലും 2022 ലാസ്റ്റ് പണി ആരംഭിച്ചെങ്കിൽ നമുക്ക് എന്തില്ല ഉദ്ഘാടനം തുടങ്ങാൻ കഴിയില്ല വെച്ചാൽ ഇതിന് ബാക്കിയുള്ള വർക്കുകൾ എന്തില്ല ആ ഫണ്ട് കൊണ്ട് തീർക്കാൻ കഴിയില്ല. അതാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരുപാട് വർക്കുകൾ വന്നു. അന്നുണ്ടാക്കിയ ആ 1 കോടി 5 ലക്ഷത്തിൽ അഡീഷണൽ ആയിട്ട് ഒരുപാട് വർക്കുകൾ വന്നപ്പോൾ വീണ്ടും എന്താണ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്തു. അങ്ങനെ വർക്കുകൾ വന്നു. കാരണം ഇതിന്റെ ബാക്കിലൊക്കെ വലിയ രീതിയിലെ കോൺക്രീറ്റ് മതിലുകൾ നിർമ്മിക്കേണ്ട. പാനൂർ നഗരസഭ മേക്കുന്ന് കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടോദ്ഘാടനം ഡിസംബർ 14 ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ KP മോഹൻ MLA അധ്യക്ഷത വഹിക്കും. ഷാഫി പറമ്പിൽ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. 1955 നെല്ലിക്ക അഹമ്മദിന്റെ മക്കൾ നൽകിയ 8 സെന്റ് സ്ഥലത്താണ് റൂറൽ ഡിസ്പെൻസറി അന്നത്തെ മദിരാശി മുഖ്യമന്ത്രിയായിരുന്ന കാമരാജ് ശിലാസ്ഥാപനം നടത്തിയത്. 1956 കേന്ദ്ര റെയിൽവേ മന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി ഗവൺമെൻറ് റൂറൽ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു. നേരത്തെ കരിയാട് പഞ്ചായത്തിൻ്റെ ഭാഗമായുള്ള സ്ഥാപനം 2015 പാനൂർ നഗരസഭയുടെ ഭാഗമായി മാറി. ദിവസേന 400-ലധികം രോഗികൾ എത്തിച്ചേരുന്ന ആശുപത്രിയിൽ 2018 ഈവനിംഗ് OP ആരംഭിച്ചു. KK ശൈലജ ടീച്ചറുടെ ശ്രമഫലമായി NHM പദ്ധതിയിൽ നിന്ന് 1 കോടി 35 ലക്ഷം രൂപയും ആർദ്രം പദ്ധതിയിൽ നിന്ന് 15 ലക്ഷം രൂപയും നഗരസഭാ ഫണ്ടിൽ നിന്ന് 23 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ഫർണിച്ചർ, ഉപകരണങ്ങൾ, ചുറ്റുമതിൽ, ഗേറ്റ്, ബോർഡ്, ഇന്റർലോക്ക്, റോഡ് നവീകരണം എന്നിവയ്ക്ക് നഗരസഭ ഫണ്ട് അനുവദിച്ചു. 6 സെന്റ് സ്ഥലത്താണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 3 സെന്റ് സ്ഥലം സുലഭ് ചന്ദ്രൻ സംഭാവനയായി നൽകി. 3 സെന്റ് സ്ഥലം സംഘാടക സമിതി നേതൃത്വത്തിൽ വിലയ്ക്ക് വാങ്ങുകയുണ്ടായി. ആശുപത്രിയിൽ 3 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. 15 മുതൽ പുതിയ ആശുപത്രി കെട്ടിടത്തിൽ മോർണിംഗ് OP സേവനം ലഭ്യമാകുന്നതാണ്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ വി നാസർ മാസ്റ്റർ സ്വാഗതം ആശംസിക്കും. ഡോക്ടർ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഡോക്ടർ M പീയൂഷ്, നോഡൽ ഓഫീസർ ഡോക്ടർ CP ബിജോയ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ ആശംസാ പ്രസംഗം നടത്തും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ വി നാസർ, TK ഹനീഫ, MTK ബാബു, റുക്സാന ഇക്ബാൽ, NA കരീം, P മനോഹരൻ, ഡോക്ടർ റോസ്ന രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വയനാടിന്റെ മനോഹാരിതയും തണുപ്പും ആസ്വദിക്കാൻ ബോസ്കായിലേക്ക്. പ്രകൃതിരമണീയതയുടെ മടിത്തട്ടിൽ ആസ്വാദനത്തിന്റെ അതിരുകളില്ലാത്ത ലോകം. നിങ്ങളുടെ സ്നേഹധന്യ നിമിഷങ്ങൾ സമ്പന്നമാക്കുവാൻ ഞങ്ങൾ കൂടെയുണ്ട്. ബോസ്ക. വരൂ ഈ സ്നേഹതീരത്തേക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് ബോസ്ക റിസോർട്ട്, നിലവിൽപ്പുഴ, മുണ്ടക്കൊമ്പ്, വയനാട്. ഫോൺ നമ്പേഴ്സ് 9188 557286 9749 626262.